പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ മിക്കുവിൻ്റെ വിശേഷങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇന്നിപ്പോൾ പ്രധാനമായിട്ട് വിടുന്നത്. അപ്പോൾ ഞങ്ങൾ മിക്കുവിന് വയ്യാതെ ഇങ്ങനെ മൂത്രം കുറച്ച് എന്തോ ഒന്ന് ഇതായി പോകണമെന്ന് പറഞ്ഞാൽ അന്ന് ഞങ്ങളൊന്ന് ഇവിടെ അവൻ്റെ ഏട്ടൻ ഇവിടെ വരുന്നുണ്ടല്ലോ, അവർ വീട്ടിലേക്കൊന്ന് പോയിരുന്നു. അവനൊരു കുഴപ്പമുണ്ടായിരുന്നില്ല അപ്പോഴൊന്നും. അവിടെ ചെന്നപ്പോൾ അവർ വീട്ടിലുണ്ട് ഒരാളേന്ന് ജാക്കുണ്ട്. അപ്പോൾ അവനായിട്ട് ഭയങ്കര കുറെ ഇത് വേഗം കുട്ടികളെയും കൊണ്ടിട്ട് പോന്നു. അപ്പോൾ ഇതാ മിക്കു ആമി ഇവിടെ ഇരിക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ ഒരു ഇതുണ്ട്, സ്റ്റിക്ക് ഉണ്ട് ഇവരുടെ. ഇന്നലെ ആശുപത്രി കൊണ്ടുപോയപ്പോൾ വാങ്ങിയതാണ്. അത് എന്താ ഒന്നും സമ്മതിക്കില്ലേ ആമി. ആമി അത് ചെന്ന് വാങ്ങി. ഇത് അമ്മ പൊട്ടിച്ചേരാം. ഇല്ല കേട്ടോ വിക്കൂട്ടാ, എന്ത് രണ്ടാളും ഇങ്ങനെ. അപ്പോൾ ഞാൻ ഇനി മിക്കുവിൻ്റെ കാര്യങ്ങൾ പറയാം. അപ്പോൾ മിക്കുവിന് ഞായറാഴ്ച ഞായറാഴ്ച ഞങ്ങൾ ഏട്ടൻ്റെ വീട്ടിൽ പോകണമെന്ന് വിചാരിച്ച് ഇരുന്നതേന്നു. ഇവിടെ ഭയങ്കര അടിയാണ്. ആമിൻ്റെ മടിയിൽ എത്തിയതുണ്ട്. ആമി ഒന്ന് ഇറങ്ങാം കൂട്ടാ. അതാ താടം വെള്ളം കുടിക്കാൻ പോയതാ. കുട്ടിയും പോയിക്കോ. ആമി അടിയിട്ടില്ലേത്. അപ്പോൾ അവിടെ ഇരിക്കും ഉണ്ണി. ഞായറാഴ്ച ഞങ്ങൾ അവർ വീട്ടിൽ പോകണമെന്ന് വിചാരിച്ചു. ഇവിടെ വരാറുണ്ടല്ലോ, ചെറുപ്പം മുതലേ നോക്കിയതാണെന്ന് പറഞ്ഞിട്ട് ഏട്ടൻ. ആ ഏട്ടൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അവർ ചെല്ലാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ വിചാരിച്ചു ഇവനെ കൊണ്ടുപോകാതെ ഞങ്ങൾ പോയി. അപ്പോൾ അവന് കുഴപ്പമൊന്നുമില്ല രാവിലെ ഒന്നും. അപ്പോൾ പോവല്ലേ എന്ന് വിചാരിച്ചിട്ട് അന്ന് ഇത്തിരി വെയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനെന്ത് ചെയ്തു, ചേച്ചിയും കുട്ടിയൊക്കെ ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ ചേച്ചി പറഞ്ഞു എന്നാൽ ഇവരെ കുളിപ്പിക്കട്ടെ, ഏതായാലും അടുത്ത ആഴ്ചയ്ക്ക് നല്ല മഴയാണെങ്കിലോ എന്നും പറഞ്ഞിട്ട് ആദ്യം മിക്കുവിനെ കുളിപ്പിച്ചു. ഒരു കുഴപ്പമില്ല, അവനെ ഫുഡൊക്കെ കഴിച്ചു. ഇവള് വാമീന അത് കഴിഞ്ഞിട്ടും കുളിപ്പിച്ചു. അപ്പോൾ അപ്പോഴൊന്നും കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ചു, പുറത്തേക്ക് ഓടി. അതുപോലെ 4 പുറം ഒരു ഓട്ടം ഉണ്ടല്ലോ, അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഉച്ചയ്ക്ക് അപ്പോൾ തന്നെ ഒരു 12 മണിക്ക് നന്നായി ഒരു മഴ പെയ്തു. അപ്പോൾ അവിടെ കയറി. പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഒരു 2 മണിക്കൊക്കെ ഞാൻ അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇവരെ പുറത്തേക്ക് ഇറക്കിയാൽ ഞാനപ്പോൾ ഒപ്പം ഇറങ്ങും. പുറത്ത് ഞാൻ ഇരിക്കും. എനിക്ക് ഭയങ്കര ശ്രദ്ധയാണ് ഇവരെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടേ. എവിടെയാണ് ഇവരെന്ന് വിചാരിച്ചാൽ എപ്പോഴും ഇവനെ വിളിച്ചുകൊണ്ടിരിക്കും. ഇവൻ്റെ പിന്നാലെ നടക്കും. എന്നിട്ട് ഇവിടെ ഉള്ളവരൊക്കെ പറയുന്നേ, കാരണം എന്തിനാ അവർ പിന്നാലെ ഇങ്ങനെ നടക്കണം, അവരോട് ഫ്രീ ആയിട്ട് വിടുന്നതായിട്ട് എന്നെ ചീത്ത അറിയും. പക്ഷേ എനിക്ക് ഇവിടെ പോയി എന്നുള്ള ഒരു ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പുറത്ത് വിട്ടാലും അവിടെ കിടക്കുകയാണെങ്കിൽ ഞാൻ പോരും. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ വിളിച്ച് നടക്കും ഇവരെ എവിടെയെന്ന് വെച്ചിട്ട്. അല്ലെങ്കിൽ ഉള്ളിൽ കയറ്റും. എൻ്റെ ശ്രദ്ധ കിട്ടാത്ത സമയമാണെങ്കിൽ ഞാൻ ഉള്ളിൽ കയറ്റും. അപ്പോൾ പിന്നെ വീടിൻ്റെ 4 പുറം അല്ല, പുറത്തുനിന്ന് ഒന്നും വന്ന് കടിക്കാതിരിക്കാൻ ഞാൻ ഏറ്റവും കടിച്ചിട്ടുണ്ട്. കാരണം ഇപ്പോൾ അവർ ഫ്രീ ആണ്, സുഖമായിട്ട് അവിടെ പോയിട്ട് ഇനിയിപ്പോൾ എന്തോന്ന് കുറച്ചാലും പുറത്തുനിന്നുള്ള നായ്ക്കളൊക്കെ വന്നാലും ഒരു പേടിയും പേടിക്കാനൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ ഒരു ആശ്വാസമൊക്കെ ഉണ്ട്. മറ്റേത് അതുണ്ടായിരുന്നില്ലേ, ഇവർ ഓടുമ്പോൾ അവർ പിന്നാലെ 8 എണ്ണമൊക്കെ ഒരുമിച്ച് വരും. എന്നിട്ടാണ് അവരെ ആക്രമിക്കാൻ നിൽക്കല്. അപ്പോൾ അങ്ങനെ ഒരു 2:30-3 മണിയായപ്പോൾ ഞാൻ വെറുതെ ഇപ്പോൾ മൂത്രമൊഴിക്കുമ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ കുട്ടി ഇങ്ങനെ മൂത്രമൊഴിക്കാൻ നിൽക്കുന്നുണ്ട്. പക്ഷേ മൂത്രമൊഴിക്കണില്ല. ഒരു തുള്ളി വെച്ചിട്ട് ഇങ്ങനെ 2-3 തുള്ളിയൊക്കെ പോയിട്ട് അതുകൊണ്ട് മെല്ലെ ഇങ്ങനെ ഒഴിക്കുന്നുണ്ട്. എന്താണ് ആ ബിസ്ക്കറ്റ് തൊണ്ടയിൽ ഇരുന്നിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു ഇത്. അപ്പോൾ ഞാൻ അങ്ങനെ മോളോട് പറഞ്ഞു എന്താ മിക്കു ഇങ്ങനെ മെല്ലെ മൂത്രമൊഴിക്കണേ. അപ്പോൾ അവൾ പറഞ്ഞു അവൻ്റെ മൂത്രം ഒഴിച്ചിട്ടുണ്ടാവും, വെറുതെ ഒന്നും കൂടി വെറ്റിച്ചതാവും പറഞ്ഞു. അങ്ങനെയൊക്കെ ഉണ്ട്. അവിടെ ഇവിടെ ഇങ്ങനെ കുറച്ച് മുറ്റത്ത് കൂടെ ഇങ്ങനെ ഈ ആമി നടന്ന ഭാഗത്തൊക്കെ ഒഴിക്കും. അങ്ങനെയൊക്കെ ഒരു സ്വഭാവം ഉണ്ട്. ഞങ്ങളെന്നാൽ പിന്നെയും ഞാൻ നോക്കുമ്പോൾ ഇല്ല. അവൻ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഇവരെ ശ്രദ്ധിച്ചപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നീ അങ്ങോട്ട് കൊണ്ടുപോകണ്ട, ഏട്ടൻ്റെ വീട്ടിൽ ചെല്ലാറിഞ്ഞില്ലേ, അപ്പോൾ കൊണ്ടുപോകണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ അവരോട് അങ്ങനെ പറഞ്ഞു ഞങ്ങൾ വന്നാൽ മതി, ഇവർ വരേണ്ടല്ലോ. അപ്പോൾ അവർക്കാണെങ്കിൽ ആമി മിക്കുമെന്ന് വെച്ചാൽ ജീവനങ്ങൾ അവരുണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾ ഇവൻ ഇങ്ങനെ ഒരു ഇതുണ്ടെന്ന് പറഞ്ഞു. എന്താണോ ചോദിച്ചാൽ അപ്പോഴല്ലേ കണ്ടുള്ളൂ, രാവിലെ ഒന്നും ഒരു പ്രശ്നമില്ല. എന്നിട്ട് ഞങ്ങൾ വേഗം ഇവിടെ അടുത്തൊരു ഹോസ്പിറ്റൽ മൃഗാശുപത്രിയിൽ തന്നെ കൊണ്ടുപോയി. ഈ ഡോക്ടറെ വിളിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അപ്പോൾ അങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഞങ്ങൾ വന്നാൽ മതി, അവൻ്റെ ലിസ്റ്റൊക്കെ എടുത്തിട്ട് വരും, വാക്സിൻ വെച്ചതേ അതൊക്കെ എടുത്തിട്ട് കാർഡ് എടുത്തിട്ട് പോയി. എന്നിട്ട് അവൻ്റെ ആൻറ്റിബയോട്ടിക്കാണ് അവർ തരിക എന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിച്ചിട്ട് ഭേദമില്ലെങ്കിൽ സ്കാൻ ചെയ്യേണ്ടി വരും പറഞ്ഞു. അപ്പോൾ അന്നത്തെ ദിവസം കൊടുത്തു ആൻറ്റിബയോട്ടിക്, 2 നേരം കൊടുത്തു. പക്ഷേ വൈകുന്നേരം ആയപ്പോഴും ഇപ്പോൾ ഇങ്ങനെ തന്നെ. എന്നിട്ട് അന്നാണ് ഞങ്ങൾ ഏട്ടൻ്റെ വീട്ടിൽ പോയി. അവിടെ പോയിട്ട് ഞാനെൻ്റെ കാട്ടി അറിയും ഇവർ ഭയങ്കരമായിട്ട് അവരുടെ വീട്ടിലൊന്നും ഉണ്ടല്ലോ. അപ്പോൾ ഭയങ്കരമായിട്ട് ഇവർ കുരച്ചിട്ട് ഒക്കെ മിക്കുവിന് നല്ല കുറച്ച് മിക്കു കതച്ചും കൂടി ഇതാവും. അവന് ചൂടും പറ്റില്ല, അങ്ങനെയൊക്കെ ഒരാളാണ്. അപ്പോൾ വേറെ ഒന്നും കൂടി ഓടി വന്നു അപ്പുറത്ത് വീട്ടിൽ നിന്ന്. അങ്ങനെയൊക്കെ പാടെ ഞാൻ ഇവരോട് പറഞ്ഞു നിങ്ങൾ ഇവിടെ നിന്നോളും കുട്ടികളോട്, ഞാൻ പോവുകയാണ് വീട്ടിലേക്ക്, ഞാൻ അവരെ കൊണ്ട് പോവുകയാണ് കാരണം. അപ്പോൾ പിന്നെ കൊണ്ടുപോയി തരാൻ പറഞ്ഞു. അപ്പോൾ മോളെ ഭർത്താവ് ഉണ്ടല്ലോ, അവർ രണ്ടാളും. അപ്പോൾ എന്നോട് പറഞ്ഞു വേണ്ടാമേ ഒപ്പം പോകാറ്, അല്ല കുഴപ്പമില്ല എനിക്ക് ഇവരെ തന്നെ ഇവിടെ ഇട്ടിട്ട് ഞാൻ അവരോട് പറഞ്ഞു ഞാൻ പോവുകയാണ് കാരണം നിങ്ങൾക്കൊരു ഒന്ന് കുറച്ച് നേരം ഇന്ന് സംസാരിക്കാൻ. അവർ ചിലപ്പോൾ കുറച്ച് നേരമൊക്കെ ഒന്ന് സമയം പൊട്ടിച്ചിട്ടൊക്കെ ഇന്നൊന്നും വർത്തമാനം പറയാനൊക്കെ ഇരിക്കില്ലേ, എപ്പോഴേലും കാണാതൊക്കെ അല്ലേ ഉള്ളൂ. നിങ്ങൾ ഇവിടെ ഇരുന്നോളൂ, ഞാൻ കുട്ടികളെ കൊണ്ട് പോകാറ്, ഇനി കൊണ്ടാക്കി തന്നാൽ മതി. ആകെ 3-4 കിലോമീറ്റർ ഉള്ളൂ. അങ്ങനെ എന്നെ ഇവിടെ കൊടന്നാക്കി ഏട്ടന് പോകുന്നു. ഇപ്പോൾ ഞാനും മിക്കും ആമി ഇങ്ങോട്ട് പോകുന്നു. ഇവിടെ സുഖമായിട്ട് ഇവിടെ കടന്നു. അപ്പോഴും അവനെ മൂത്രം ഒഴിപ്പിച്ചപ്പോഴും അവൻ അധികം ഒഴിക്കണില്ല, സാധാരണത്തെ പോലെ കുറച്ചേ ഒഴിക്കണുള്ളൂ. മറ്റേത് അവൻ എപ്പോഴും ഒഴിക്കണം തോന്നുന്നുണ്ട്, പക്ഷേ കുട്ടി ഒഴിക്കണില്ല. അപ്പോൾ എന്താണെന്നറിയോ, അവന് മൂത്രം പോകണില്ല നേരെ പോലെ. അതുകൊണ്ടാണ്. എന്നിട്ട് ഞാൻ അവനെ രാത്രിയൊക്കെ ഞാൻ ഇങ്ങനെ ഇറക്കുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ മരുന്നൊക്കെ കഴിച്ചിട്ടുണ്ടല്ലോ, പിറ്റേ ദിവസം രാവിലെ ഞാൻ ഇവനെ ഒന്നുറങ്ങിയൊക്കെ മൂത്രമൊഴിക്കാൻ വരുന്നത് അന്ന് വന്നില്ല, രാവിലെ ആയിട്ടും വരുന്നില്ല. അപ്പോൾ ഞാൻ ഇവൻ
ഞാൻ 6 മണിയായപ്പോൾ ഞാൻ അവനെ ഉന്തി വിളിച്ച് അത് ഇതൊക്കെ പറഞ്ഞ് പഠിക്കാത്ത പൂച്ച എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് കൊണ്ടുപോയി. അപ്പോൾ കുട്ടിക്ക് നിൽക്കുമ്പോഴേ കുറച്ചേ മൂത്രം പോകുന്നുള്ളൂ. കുറച്ച് നേരം 10 മിനിറ്റൊക്കെ നിന്നിട്ട് ഒരു 2-3 തുള്ളി. എനിക്ക് ഭയങ്കര സങ്കടമായി, എന്താ ഈ കുട്ടിക്ക് എന്ന് വിചാരിച്ചിട്ട്. ഞാൻ ആദ്യമായിട്ട് കാണാം, മിക്കുനൊന്നും ഉണ്ടാവില്ല. അങ്ങനെ അപ്പോൾ ഞാൻ ഇവർ നീച്ചപ്പോൾ പറഞ്ഞു എന്തായാലും കൊണ്ടുപോകാൻ തീരുമാനിച്ചിരുന്നു. ഇങ്ങനെ തന്നെയാണെങ്കിൽ മലപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. ഡോക്ടർ വിളിച്ച് പറഞ്ഞു മലപ്പുറത്തേ ഉള്ളൂ, എക്സ്റേ സ്കാനിങ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് കൊണ്ടുപോകാം, മൂത്രത്തിൽ കല്ലുണ്ടെങ്കിൽ അറിയും, മനുഷ്യരെ പോലെ ഇവർക്കും ഉണ്ടാവും പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ കൊണ്ടുപോകാൻ തീരുമാനിച്ചത്. അതിൽ അവർ കൊണ്ടുപോകാൻ നല്ല ഉഷാറായിട്ട് ഞാൻ കൂടുതൽ ഭക്ഷണം കൊടുത്തില്ല, കുറച്ച് കൊടുത്തിട്ട് വണ്ടിയിൽ പോവുകയല്ലേ, ഇനിയിപ്പോൾ ഛർദ്ദിക്കൊന്നും വേണ്ടെന്ന് വിചാരിച്ചിട്ട് കുറച്ച് കൊടുത്തിട്ട് അവർ പോയി. അവർ 9:00 പോയി. അവിടെ എത്തി ഒരു മൂത്രം ഇതൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ എല്ലാത്തിനും അനുസരിച്ചു അത്രേ. എനിക്ക് ഭയങ്കര ആരെയും അടുപ്പിക്കില്ല, വേച്ചൊന്നും വെക്കാൻ പോയില്ല, അങ്ങനത്തെ ഒരാളാണ്. പക്ഷേ കുട്ടി എല്ലാവരെയും തൊടാനും പിന്നെ ഇവിടെ നടക്കണ്ടേ എല്ലാവരെയും പിന്നെ നോക്കാനൊക്കെ കുട്ടി സമ്മതിച്ചിടണം. അപ്പോൾ മൂത്രം തങ്ങിക്കൊണ്ടോ നോക്കിയപ്പോൾ അതൊന്നും ഇല്ല പറഞ്ഞത് ഡോക്ടർ. കാരണം അപ്പോൾ ഇവിടെ തുള്ളി ഒഴിക്കുന്നുണ്ട്. പക്ഷേ സ്കാനിങ് എടുത്താൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയുള്ളൂ പറഞ്ഞു. അത് ചെയ്തിടണം, ബ്ലഡ് ടെസ്റ്റ് ചെയ്തിടണം, യൂറിൻ എല്ലാ ടെസ്റ്റും കഴിഞ്ഞു. ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ അത്ര എല്ലാതും അറിയാം. അപ്പോൾ അതൊക്കെ ചെയ്തിടണം. അവനൊക്കെ നോർമലാണ്. അവൻ വെയിറ്റ് നിങ്ങൾ ഇനി കൂട്ടണ്ടെന്ന് പറഞ്ഞു ഡോക്ടർ. കാരണം അവൻ വെയിറ്റുള്ള സൈസാണ്. അപ്പോൾ ആമി ഉണ്ടല്ലോ തടി, അത് ഒരുപാട് ഭക്ഷണം കഴിച്ചിട്ടൊന്നുമില്ല, 2 നേരം ഭക്ഷണം കൊടുക്കുള്ളൂ ഇവർക്കൊക്കെ. പക്ഷേ കുട്ടികൾ നല്ല തടിയുണ്ട്, ഇവരങ്ങനെ ആവുക അമേരിക്കൻ പുള്ളി. അങ്ങനെയാണ് പറഞ്ഞിട്ട് ഡോക്ടർ ഒരു ഇഞ്ചക്ഷൻ വെച്ചിട്ടുണ്ട് മൂത്രം ഒഴിക്കാനുള്ളത്. അത് വെച്ചിട്ട് ഇവർ എന്നാൽ പോയിക്കോളും നീ എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ടെസ്റ്റ് അവർ വാങ്ങിയിട്ടില്ല. അവർ പോകുന്നു, മരുന്ന് പുറത്തുനിന്ന് എഴുതിയിരുന്നത് വാങ്ങാൻ വേണ്ടിയിട്ട് നിന്നു. അപ്പോൾ അന്ന് കുറച്ച് വെയിലുണ്ടല്ലോ മിനിഞ്ഞാന്ന്, ആ വെയിലത്തെ ഇവൻ കുറച്ച് നേരം നിന്ന് നോക്കുമ്പോൾ ഇവന് ഈ ഇഞ്ചക്ഷൻ്റെ ഇതാണോ എന്താണെന്ന് അറിയില്ല, അല്ലെങ്കിൽ അവിടെ കുറച്ച് മൃഗങ്ങളൊക്കെ കാണുമല്ലോ എന്തായാലും. ഇവന് ആകെ അങ്ങോട്ട് കതപ്പ്. അപ്പോൾ അങ്ങനെ ഇവർ പോകുന്നു വീട്ടിലേക്ക്. വണ്ടിയിൽ ഇരിക്കുമ്പോൾ എടുത്തിട്ട് കുട്ടറെ മുഖമൊക്കെ അങ്ങോട്ട് മാറിയണു, ഒരു കറുത്ത കളറായിരുന്നു അത്ര വായൊക്കെ. എന്നിട്ട് ആകെ കതച്ച് നല്ല മിടുപ്പാണ് കൂടിയും. അതിൽ ഇവർക്ക് എന്തോ ഇവൻ്റെ ഒരു സ്വഭാവം ശരിയില്ല എന്ന് കണ്ടാക്കുമ്പോൾ ഇവൻ എന്തോ വയ്യാണ്ടെന്ന് കണ്ടപ്പോൾ അവർ നേരെ ഹോസ്പിറ്റലിലേക്ക് കാറ് തിരിച്ചു വിട്ടിട്ട് ഇപ്പം കാറിന് ഇറങ്ങാൻ വയ്യാത്ര അവർ. അതിൽ ഇവിടെ മോളുടെ ഭർത്താവുണ്ടാവും എടുത്തിട്ടാണ് അവരെ കൊണ്ടുപോയത് ഡോക്ടറെ അടുത്തേക്ക്. അതിൽ അവർ വേഗം അവിടെ ഒരു എമർജൻസി ഇതുണ്ട്, ഓപ്പറേഷൻ തിയേറ്റർ പോലെ, അതിലത്ര ഫാനൊക്കെ ഉള്ളൂ. പിന്നെ അപ്പോൾ അവിടെ കൊണ്ടേ കടത്തിക്കോളാം ഡോക്ടർമാർ ഓടി വന്നു തുടങ്ങി. നല്ല കെയറിംഗ് ആണ് കാരണം. ഓടി വന്ന് ഇവനെ കുട്ടീനെ അവിടെ കൊണ്ടേ കടത്തി. അവർ വേഗം ഐസിൻ്റെ പാക്ക് ഉണ്ടല്ലോ അതൊക്കെ കൊടുത്തിട്ട് എനിക്കൊന്നും കൂടി കൊടുത്തിട്ടുണ്ട്, വരുമ്പോൾ എന്തെങ്കിലും വയ്യായ ഉണ്ടാന്ന് വിചാരിച്ചിട്ട്. അതൊക്കെ നല്ലപോലെ വെച്ച് അവർ അപ്പം തന്നെ ഗ്ലൂക്കോസ് കയറ്റി അതിനൊക്കെ കുട്ടി സംഭവിച്ചു. ഡോക്ടർ കഴുത്തിട്ട് കഴിച്ചിട്ടോളം പറഞ്ഞത്. അവൻ്റെ ചെസ്റ്റ് ബെൽറ്റൊക്കെ ഇട്ടായിരുന്നേ പുറത്തേക്ക് കൊണ്ടുപോയില്ല. ഇപ്പോൾ ഭയങ്കര ദിവസമാണ് ഇതിനെ കാണുമ്പോഴേ. അതിൻ്റെ മുമ്പൊക്കെ കുറച്ച് നേരത്തെ അവർ കണ്ടപ്പോഴേ ഒക്കെ കഴിച്ചിട്ട് ഈ ഒരു ചിരടുമ്പോൾ എത്ര ഹോസ്പിറ്റലിൽ കട്ടിലുമ്പോൾ കിടന്നിരുന്നത്. കട്ടിലല്ല ഇവരുടെ ടേബിൾ ഉണ്ടാവില്ല മുമ്പിൽ. അവൻ 100 പ്രാവശ്യം എടുത്തിട്ടാണ് പിന്നെ അവിടേക്കും ഇവിടേക്കും അവരൊക്കെ സംഭവിച്ചു. ലാസ്റ്റ് ഗ്ലൂക്കോസ് ഒക്കെ കയറ്റി വേറൊരു മരുന്നൊക്കെ കൊടുത്ത് അപ്പോൾ അവൻ സ്വയം ഇറങ്ങിയിത്ര അവിടെ നിന്ന്. അപ്പോൾ അവർ കഴുത്തിൽ ബെൽറ്റിട്ടിട്ട് അവർ വണ്ടിയിലൊക്കെ അവൻ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു അവൻ കൂളായിട്ട് പോയാൽ മതി, ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം അവർക്ക് ചൂട് താങ്ങാൻ പറ്റിയ പിന്നെ ഒരു അഗ്രസീവ് ആ ഒരു രീതിയിൽ ഇതായിട്ടേ അതാണ്. അപ്പോൾ ശ്രദ്ധിക്കണം, 2 ദിവസം നന്നായി നോക്കണം പറഞ്ഞു. അതാണ് ഈ 2 ദിവസം ഞാൻ എവിടെ ഇല്ല. അതിൽ ഞാൻ ഇവരെ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ആദ്യം വിളിച്ചത്. ഞാൻ ഇവിടെ ഇരിക്കില്ല, ഞാൻ പോയിട്ടില്ലല്ലോ. അപ്പോൾ എന്താ വിൽക്കൂ ബിസ്ക്കറ്റ് തൊണ്ടേ പോയോ? എന്നിട്ട് ഞാൻ ഇവിടെ ഇല്ല. ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിച്ചപ്പോഴാണ് ആ കുട്ടികൾ പറഞ്ഞതിൻ്റെ അടുത്ത് പിന്നെ അവർ ചെറുതായിട്ടൊന്ന് വയ്യാതെയായി, ഇങ്ങനെ ഇതുണ്ടായി. അപ്പോൾ ഞങ്ങൾ തിരിച്ച് പോയി. ഇപ്പോൾ ഗ്ലൂക്കോസ് കയറ്റിയെടുക്കണം. ഇല്ല ഞാൻ എന്തൊക്കെ എൻ്റെ മനസ്സിൽ കൂടെ പോയി എനിക്കെന്നെ അറിയില്ല. ഞാൻ ആകെ വിഷമിച്ചിക്ക് പോയി. ഞാൻ കുറേ കഴിഞ്ഞ ഭക്ഷണം കഴിച്ചത് ഒരു 3:30 വന്നപ്പോൾ അപ്പോൾ തന്നെ ഞാനൊരു ശകലം കഴിച്ചു കുട്ടീനെ കണ്ടിട്ട്. എന്നിട്ട് ഞാൻ എത്ര ഒരുപാടാണ് ഞാൻ വെച്ചിരുന്നെന്ന് അറിയാൻ പറ്റത്തിൽ വളർക്കാനും ഒക്കെ ഒരുപാട് വെച്ചിട്ടുണ്ട് കുട്ടിക്ക് വേണ്ടിയിട്ട്. കാരണം എനിക്ക് ആകെ ഇങ്ങോട്ട് ഭയങ്കര ഒരു ഞാൻ എന്തൊക്കെ അറിയില്ല. ഈ മിക്കൊന്നും വയ്യാതെ ആയിട്ടില്ല. അവന് സ്കിന്നിൽ ചെറിയൊരു പ്രശ്നം മാത്രമേ ഉണ്ടായിട്ടുണ്ടായിരുള്ളൂ. അത് എംസാനിൽ കളിച്ചിട്ട് വേറൊരു പ്രശ്നം ഈ കുട്ടിക്ക് ഉണ്ടായിട്ടില്ല. അങ്ങനെ ഞാൻ ഇവിടെ ഒരുപാട് വെച്ചിട്ടും ദൈവങ്ങളോട് പ്രാർത്ഥിച്ചിട്ട് ഇരുന്നു. ആമിയാണെങ്കിൽ അവനെ കൊണ്ടുപോകുമ്പോൾ രാവിലെ ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് വന്നു. ഇവിടെ വന്ന് കുറച്ചേ കൊണ്ട് കുട്ടിയുടെ വയറൊക്കെ അങ്ങോട്ട് നന്നായി വീർത്ത പോലെ എന്തോ ഇത് ഇവിടെ കിടക്കുക ആകെ കരച്ചിട്ടോ എന്തോ. അതിന് ഞാൻ കുട്ടികളോട് എന്താ കുട്ടിയുടെ വയറിങ്ങനെ ഒന്ന് വീർത്ത പോലെ ചോദിച്ചപ്പോൾ ഡോക്ടർക്ക് പിന്നെയും വിളിച്ചു. അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ ഡോക്ടർ വേഗം ഗ്യാസ് ഉണ്ടാവും ഇവർക്ക് ആ സമയത്ത് ഈ ഇതൊക്കെ കഴിച്ചു. ആ മരുന്ന് വെച്ചാൽ അങ്ങനെ ഉണ്ടാവില്ല പതിവാണ്. നിങ്ങൾ ഈ മരുന്ന് വാങ്ങി കൊടുത്തുള്ള ഒരു ഗ്യാസിനുള്ള ഒരു മരുന്ന് വാങ്ങി തന്ന് ഇപ്പോൾ തന്നെ പോയിട്ട് വാങ്ങി കൊടുക്കും പറഞ്ഞു. അത് വാങ്ങി കൊടുത്തു. പിന്നെ ഓക്കെ പിന്നെ വയറൊക്കെ പോയി കുറച്ച് ഇപ്പോൾ ഓക്കെ ഉണ്ടാവും. അപ്പോൾ മൂത്രമൊഴിക്കൽ പഴയ പോലെ തുടങ്ങിയിട്ടില്ല, എന്നാലും കുഴപ്പമില്ലാതെ അങ്ങനെ തിരിച്ച് ഇതായി വരുന്നുണ്ട്. ഇപ്പോൾ വികൃതിയടിക്കലൊക്കെ വന്ന് ഞാൻ വീഡിയോ ഇട്ടില്ല, അതൊക്കെ കണ്ടില്ലേ, അതൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ മിക്കൂനും ആമിക്കൊക്കെ എന്തെങ്കിലും വയ്യാന്ന് കേട്ടാലേ വയ്ക്കണില്ല, എന്താ അറിയില്ല. കുട്ടീനെ അത്രയും ഇങ്ങോട്ട് ഒപ്പം നിർത്തി നോക്കിയിട്ടേ കുട്ടിക്ക് വയ്യാന്നൊക്കെ കേട്ടപ്പോഴേ അവൻ അവിടെ വീട്ടിലെത്താൻ തോന്നിയിട്ടൊക്കെ ഉണ്ടാവും വയ്യാന്ന് കണ്ടപ്പോഴേ ഞാൻ ഇവിടെ എത്താറായി ഞാൻ വിളിക്കാൻ പറഞ്ഞു. എന്തിനെന്നറിയോ AC ഇട്ടേക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കുട്ടീനെ വേഗം തണുപ്പത്ത് കടത്താൻ വേണ്ടിയിട്ട്. അവരിവിടെ എത്താറായി എന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ ഇവിടെയൊക്കെ AC ഇട്ട് എല്ലാം അടച്ച് വൃത്തിയാക്കി കുട്ടിക്ക് കിടക്കാൻ തരത്തിൽ റെഡിയാക്കി വെച്ചിരുന്നു. ഡോക്ടർ അവിടെ നിന്നും പറഞ്ഞത് അവരോട് അതേ നിങ്ങൾ AC കാറിൽ ഫുള്ളാക്കിയിട്ട് തണുപ്പിച്ചിട്ട് അവരെ വന്ന് കൊണ്ടുപോയാൽ മതി പറഞ്ഞു. അങ്ങനെ അവൻ കാറിൽ കുറച്ച് നേരം AC ഇട്ട് വെച്ച് കാർ ഫുൾ കൂളിങ്ങിലായിട്ടാണ് കുട്ടീനെ കാറിൽ കയറ്റിയിട്ട് ഇങ്ങോട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് കാർ കയറിയപ്പോൾ പിന്നെ ഉഷാറായിത്ര. എന്തോ മരുന്നിൻ്റെ എഫക്റ്റ് ആണോ എന്ന് അറിയില്ല, എന്തുണ്ടായിന്ന് അറിയില്ല, അവൻ പേടിച്ചോ എന്താ ഒന്നും അറിയില്ല. ആകെ കൂടെ സത്യം പറഞ്ഞാൽ എനിക്ക് പേടിപ്പിച്ചു എന്ന് പറയാം. അത്രയും പേടിച്ചു ഞങ്ങൾ. ഇങ്ങനെയൊന്നും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇവൻ്റെ കാര്യത്തിൽ പേടിക്കാനില്ല, അത്രയും പേടിപ്പിച്ചു. അപ്പോൾ ഇപ്പോൾ കുട്ടി ഓക്കെ ആയിട്ടുണ്ട്, ദൈവം രക്ഷിച്ചു ഞങ്ങളതിനെ. അത്രയും പ്രാർത്ഥിച്ചു ഞാൻ എൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ പോയാൽ മതി, എനിക്ക് ഇത്രയേ ഉള്ളൂ. ഇവർക്ക് ഒരു അസുഖം ഉണ്ടാവരുതേന്ന് മാത്രമല്ല പ്രാർത്ഥന. എൻ്റെ ഭാഗത്തുനിന്നും ഇവർക്കൊന്നും ഉണ്ടാവില്ല. ഞങ്ങൾ പിന്നെ അത്രയും നോക്കണമൊക്കെ ഉണ്ട്. പിന്നെ എന്തേ ഇപ്പോൾ പിന്നെ ഈ മൂത്രം വയ്ക്കാൻ അത് എന്തൊരു ഇതാണെന്ന് പറഞ്ഞത്. ഇവരിവിടുന്ന് പുറത്തേക്ക് പോവേ അതൊന്നുമില്ല, നേരെ കുളിപ്പിക്കും, കൈയും കാലം കഴുകും, കക്കൂസ് പോയാൽ കൂടി കഴുകിയിട്ട് ഇങ്ങോട്ട് കയറുള്ളൂ. എന്തായാലും എന്തേ സംഭവിച്ചെന്ന് അറിയില്ല. അത് മനുഷ്യരെ പോലെ ഇവർക്കും ഉണ്ടാവും ഇത്ര ഡോക്ടർ പറഞ്ഞു. പിന്നെ നമ്മൾ പെറ്റ്സിനെ നോക്കുന്ന മോനൊക്കെ വിളിച്ചിട്ട് അവരൊക്കെ അന്വേഷിച്ച് പറഞ്ഞു അവർക്കൊക്കെ ഉണ്ടാവാറുണ്ട്, അവർ കൂടുതൽ ഇഞ്ചക്ഷൻ വയ്ക്കാനാണ്. പക്ഷേ ഇവിടെ അടുത്ത ആശുപത്രിയിലൊന്നും കിട്ടില്ല, വെറും ആൻറ്റിബയോട്ടിക് മാത്രമേ തരുള്ളൂ.
അപ്പോൾ ഇപ്പോൾ കുട്ടി കുഴപ്പമൊന്നുമില്ല, പൂച്ചയ്ക്ക് ഓടി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ ബിസ്ക്കറ്റ് കൊടുക്കുമ്പോൾ കണ്ടില്ലേ ഓക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങളെ കുട്ടിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് ഇഷ്ടപ്പെട്ടവരൊക്കെ പിന്നെ നിങ്ങൾക്ക് വിഷമമായിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് ഓക്കെ ആയി, കുഴപ്പമൊന്നുമില്ല, അത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ ഞാൻ വീഡിയോ കുറച്ച് വലുതായി തോന്നുന്നുണ്ട്, എന്നാലും അപ്പോൾ വേറൊരു വീഡിയോയ്ക്ക് കാണും വരെ ബൈ.